ദിവസം കൊണ്ട് ജീവിതം പെരുവഴിയിലായ 800ഓളം ചെറുപ്പക്കാർ ഇപ്പോഴും അനിശ്ചിതത്വത്തിന്റെ നടുക്കടലിലാണ്. പിരിച്ചുവിടാനാവില്ലെന്ന് സർക്കാർ ഉറപ്പിച്ചു പറയുമ്പോഴും ഒരു കുലുക്കവുമില്ലാതെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോറോ ഹെൽത്ത്. തൊടാനാവില്ലേ സർക്കാരിന്? ഇന്നത്തെ പ്രൈം സ്റ്റോറി. കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ഇന്ന് നടന്ന ചർച്ചയും തീരുമാനമാകാതെ പിരിയുകയാണ് ഉണ്ടായത്. ടെക്സസിലുള്ള ആസ്ഥാനത്തെ ഉന്നത മാനേജ്മെന്റ് പ്രതിനിധികളെ ഉൾപ്പെടുത്തി 20-ാം തീയതി വീണ്ടും ചർച്ച നടത്താനാണ് തീരുമാനം. രാജ്യാന്തര തലത്തിലെ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങളെ തുടർന്നാണ് ഈ പിരിച്ചുവിടലിന് നിർബന്ധിതരായത് എന്നതാണ് ഇന്ന് കമ്പനി നൽകിയ വിശദീകരണം. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി, ഓർഡറുകൾ ലഭിക്കുന്നില്ല തുടങ്ങി കമ്പനി നിരത്തിയ ന്യായീകരണങ്ങളൊക്കെ സർക്കാർ ശക്തമായി ഇന്നത്തെ ചർച്ചയിൽ എതിർത്തു. രേഖകളിൽ കമ്പനി ലാഭത്തിലാണെന്നും ഇന്ത്യയിലെ മറ്റ് കേന്ദ്രങ്ങളിൽ ഒന്നും ഈ പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഇല്ല എന്നുമായിരുന്നു സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദം. കേരള സർക്കാർ ഈ സ്ഥാപനത്തെ ഇവിടെ നിലനിർത്തുവാൻ വേണ്ടി എന്ത് സഹായവും ചെയ്തു തരാൻ, എന്ത് ഭൗതിക സാഹചര്യം ഒരുക്കുവാനും തയ്യാറാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ കമ്പനി നേരിട്ടിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ സംസ്ഥാനത്ത് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും തയ്യാറാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്നിട്ടും ഇത് ക്ലോസ് ചെയ്തതിനെ കുറിച്ച് റിട്രഞ്ച്മെന്റ് എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചെങ്കിൽ റിട്രഞ്ച്മെന്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ 2 സെന്ററിലെ മുഴുവൻ ജീവനക്കാരെയും പുറത്താക്കിയാണ്. അതൊരു ക്ലോഷർ തന്നെയാണ്. ആ ക്ലോഷർ ആണെങ്കിൽ IR കോഡ് അനുസരിച്ചാണെങ്കിൽ പോലും ഗവൺമെന്റിന് നോട്ടീസ് തരേണ്ടതാണ്. അത്തരം നടപടിക്രമങ്ങൾ പാലിച്ചില്ല. ഞങ്ങൾ ആ ചർച്ചയിൽ അവർ പറഞ്ഞ ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ, അവർക്ക് വർക്കില്ല, അതുകൊണ്ട് സെന്റർ അടച്ചുപൂട്ടുക അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നാണ് പറയുന്നത്. അവരുടെ തീരുമാനം അറിയിക്കാൻ വേണ്ടി 20-ാം തീയതി കമ്പനി ഒഫീഷ്യൽസ് നേരിട്ട് കേരളത്തിലെത്താം. ഇനിയിപ്പോൾ കൊച്ചിയിൽ വരാമെങ്കിൽ തിരുവനന്തപുരത്തോ എവിടെ വേണമെങ്കിലും മീറ്റിംഗ് കൺവീൻ ചെയ്യാമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ 800 തൊഴിലാളികൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറാണ്. അവരുടെ തൊഴിൽ നഷ്ടപ്പെടരുത് എന്ന് മാത്രമാണ് സർക്കാർ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്. ഇനിയിപ്പോൾ അങ്ങനെ വഴങ്ങുന്നില്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ കൂടി ഇടപെടൽ ഉറപ്പുവരുത്താനാണ് സർക്കാർ നീക്കം. ഇതിന്റെ ഭാഗമായി കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ ചർച്ചയിൽ ഓൺലൈനായാണ് അമേരിക്കയിൽ നിന്ന് കമ്പനി പ്രതിനിധികൾ പങ്കെടുത്തത്. അതും ഓർക്കണം, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടലുണ്ടായ സാഹചര്യത്തിൽ മാത്രമായിരുന്നു അത്. തൊഴിൽ വകുപ്പിന്റെ ഇടപെടലുകൾ ചോദ്യം ചെയ്തായിരുന്നു കമ്പനി കോടതിയെ സമീപിച്ചത്. അനുനയ ശ്രമങ്ങളുമായി മുന്നോട്ടു പോകാനായിരുന്നു കമ്പനിക്കും സർക്കാരിനും കോടതി നൽകിയ നിർദ്ദേശം. എന്നാൽ ആ നിർദ്ദേശം നിലനിൽക്കെ തന്നെ കടുത്ത തൊഴിലാളി വിരുദ്ധ നിലപാടാണ് ഇപ്പോൾ കമ്പനി സ്വീകരിക്കുന്നത്. സമവായത്തിൽ തീരുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അവരതിന് തയ്യാറാവില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അതിനനുസരിച്ച് നിയമപരമായിട്ട് എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുമോ അതുപോലെ മൂവ് ചെയ്യുമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കമ്പനി അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർ ഇത് ഒരിക്കലും തുറക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരെ സംസാരിച്ചിട്ട്. ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ വേറെ റീലൊക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, വേറെ സ്ഥലത്ത് റീലൊക്കേഷൻ ചെയ്യുക എന്നുള്ളത് ഇത് സംസാരിച്ചപ്പോൾ അപ്പോഴും അവർ ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി അവർ അതിന് തന്നിട്ടില്ല. കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമുക്കൊരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഗവൺമെൻറ് ആയാലും ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് അതിൽ തന്നിട്ടുള്ളത്. നിയമപരമായ ചട്ടങ്ങൾ പാലിക്കാതെയാണ് കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്നാണ് സർക്കാർ പറയുന്നത്. കേരളത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയെന്നാണ് കമ്പനി പറയുന്നത്. എന്നാൽ ചട്ടപ്രകാരം കമ്പനി പൂട്ടണമെങ്കിൽ സർക്കാരിന് മുൻകൂർ നോട്ടീസ് നൽകേണ്ടതുണ്ട്. അതിവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ഓഫീസ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പറഞ്ഞതുകൊണ്ടാണ് എല്ലാ ദിവസവും വന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ സൈൻ ഇടുന്നുണ്ട്. പക്ഷേ ഓഫീസിൽ കിടക്കാൻ പറ്റുന്നില്ല, കാരണം അവർ ലോക്ക് ചെയ്തിട്ടാണുള്ളത്, ആക്സസ് ഇല്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ വന്ന് നിൽക്കും, കുറച്ച് സമയം എല്ലാവരും നിന്ന് എന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. എന്തെങ്കിലും ഒരു ഇതുണ്ടോയെന്ന് നോക്കും, ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു പോകും. മറ്റൊരു ജോലി നോക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഇപ്പം ഒരു 800-900 പേരൊക്കെയാണ് ഇപ്പം മാർക്കറ്റിൽ ഈ കോറോ ഹെൽത്ത് മാത്രമായിട്ട് വന്നിട്ടുള്ളത്. അത് കൂടാതെ പുതിയ പഠിച്ചിറങ്ങുന്ന വേറെ ആൾക്കാരും ഉണ്ട്. ഓരോ 3 മാസമൊക്കെ കൂടുന്നവരാണ് പുതിയ ബാച്ച് വെച്ചിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അവർക്കും ജോലി കിട്ടാനുണ്ട്, പ്ലസ് ഞങ്ങൾക്കും ജോലി കിട്ടാനുണ്ട്. അപ്പം ടൈറ്റായിരിക്കും കോമ്പറ്റീഷൻ. അതേപോലെ തന്നെ വേക്കൻസീസ് വരുന്നത് അതിൽ കുറവാണ്.
രാജ്യത്ത് നിലനിന്നിരുന്ന പഴയ തൊഴിൽ നിയമങ്ങൾ പ്രകാരം 100-ൽ കൂടുതൽ ജീവനക്കാരുള്ള ഒരു സ്ഥാപനം അടച്ചുപൂട്ടണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം. പുതിയ ലേബർ കോഡ് പ്രകാരം അത് 300 വരെ ഉയരുന്നുണ്ട്. 300 വരെ ജീവനക്കാരുള്ള കമ്പനികൾക്ക് ചില ഇളവുകൾ പുതിയ ലേബർ കോഡ് നൽകുന്നുണ്ട്. അതായത് 300 പേരെ വരെ പിരിച്ചുവിടാൻ പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നും ആവശ്യമില്ല. ഇതിന്റെ കൂടി ചുവട് പിടിച്ചാണ് കോറോ ഹെൽത്ത് അടക്കമുള്ള കമ്പനികളുടെ ഈ നീക്കമെന്നാണ് ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയനുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നത്.